നമ്മള് ഇപ്പോ ഒരു സാധനം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പറാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഊഞ്ഞാലുണ്ട്. അവള് നേരെ സ്ലൈഡിൽ കയറി തീട്ടി കളിക്കുക. ഇപ്പൊ വെച്ച സാധനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഷ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മള് ഇപ്പോ ഒരു സാധനം കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഡിഷ് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് വൈറ്റിലയിലുള്ള ചായപ്പീടികയിലാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കേ. റെസ്റ്റോറൻറ്റിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് 2 വഴിയിലൂടെ എത്താം. ഒന്ന് വൈറ്റില ജംഗ്ഷൻ ടച്ച് ചെയ്തും 2 പൊന്നുരുന്നി കൂടെ. ഞങ്ങൾ പൊന്നുരുന്നി വഴിയാണ് പോയത്. പൊന്നുരുന്നി വഴി പോകുമ്പോഴേക്കും സെൻറ്റ് റീത്താസ് റോഡിൻ്റെ എൻഡിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പല റീൽസിലും കേട്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പറാണ്. പിന്നെ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇങ്ങനെ ടൈലിൻ്റെ പീസസ് റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ ടൈലിലും ചാടി ചാടി കളിക്കുമായിരുന്നേ. അത് കഴിഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ ഊഞ്ഞാലുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാനും ഹന്നാപ്പിയും കൂടെ ഊഞ്ഞാലിരുന്ന് ആടി. ഇവിടുത്തെ ഊഞ്ഞാൽ എന്ന് പറയുമ്പോൾ പുറകിൽ നമുക്കിങ്ങനെ ചാരി ഇരിക്കാനൊരു പോർഷൻ ഉണ്ട്. സാധാരണ എല്ലാ ഊഞ്ഞാലുകളിലും അങ്ങനെ ഉണ്ടാവില്ല. അതാകുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ട. ഇല്ലെങ്കിൽ എനിക്ക് ഹന്നാപ്പി പുറകിലേക്ക് മറിഞ്ഞ് വീഴുമെന്ന് പേടിയുണ്ടായിരുന്നു. ഇതിൽ പിന്നെ അത് പേടിക്കണ്ട. അങ്ങനെ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങി അവൾ നേരെ സ്ലൈഡിൽ കയറി തീട്ടി കളിക്കുമായിരുന്നു. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ പിന്നെയും ഓടി കയറിക്കൊണ്ടിരിക്കുമായിരുന്നേ. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടുത്തെ സീറ്റൊക്കെ ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഊഞ്ഞാലിലും സ്ലൈഡിലും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഹഡ്സൺ അവിടെ പോയിട്ട് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അപ്സ്റ്റേഴ്സിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് സീറ്റിൽ ആസനസ്ഥരായി. അത് അപ്പോഴേക്കും ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളിരുന്ന് ചിരിച്ചതേ ഹന്നാപ്പി ആ പുള്ളിയോട് പറയുമായിരുന്നു ഐസ്ക്രീം വേണേന്ന് പറയുന്നത് ഞങ്ങൾ ചിരിച്ചത്. ഹന്നാപ്പി ആണെങ്കിൽ അന്ന് നല്ല ആക്റ്റീവ് മൂഡിലായിരുന്നേ. അവൾ എന്തൊക്കെയോ ആയി നിറച്ച് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കുറച്ച് നേരം കേൾക്കാൻ പോകുന്നത് ഹന്നാപ്പിയുടെ ഗാനമേളയാണ്. അങ്ങനെ ഗാനമേളക്കിടയിൽ നമ്മുടെ ഫുഡ് ഓരോന്നായിട്ട് വന്നു. ഇപ്പോൾ വെച്ച സാധനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഷ്. വേറെ ഒന്നുമല്ല, ബട്ടർ അൽഫാം. കൂടാതെ നമ്മളൊരു ചിക്കൻ ഫ്രൈഡ് റൈസും മടക്ക് ചപ്പാത്തിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടർ അൽഫാം നമുക്ക് ക്വാർട്ടർ പോർഷൻ അവൈലബിൾ അല്ല. ഹാഫ് പോർഷനും ഫുള്ളും മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഹാഫ് പോർഷൻ്റെ റേറ്റ് ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഒരു 300 സംതിങ് ആണ് കേട്ടോ. 350 ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ഹന്നാപ്പിക്ക് ഞങ്ങൾ അൽഫാം കൊടുത്തില്ല കേട്ടോ. അവൾക്ക് ഫ്രൈഡ് റൈസും പിന്നെ ചപ്പാത്തിയും മാത്രമേ കൊടുത്തുള്ളൂ. എനിക്ക് പേഴ്സണലി ഈ ബട്ടർ അൽഫാം അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ എൻ്റെ കൂടെ വന്ന ബാക്കി 3 പേർക്കും നല്ലോണം ഇഷ്ടമായേ. നിങ്ങളും എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് രോദനം, ഒരച്ഛൻ്റെ രോദനം. പിന്നെ ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ മുന്തിരിക്കട്ട് ഞങ്ങൾ അന്ന് പോയപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് അവിടെ അവൈലബിൾ ആയിരുന്നില്ല. നിങ്ങളിവിടെ വരുമ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഞങ്ങൾ മേടിച്ച ലൈം ടീ ആണ് ഇപ്പോൾ കുടിക്കുന്നത്. അതുകൂടാതെ ഞങ്ങളൊരു സോഡ ലൈമും ഒരു ഉപ്പ് സോഡയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു വ്യൂ ആണ്.
ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ, സൂപ്പറാണ് കേട്ടോ, നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ വന്നു. പിന്നെയും ഹന്നാപ്പി കുറച്ച് നേരം സ്വിങ്ങിലും സ്ലൈഡിലും ഒക്കെ കയറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. അങ്ങനെ ഇറങ്ങുന്ന വഴിയിൽ വെച്ചിട്ട് ഹന്നാ ബേബിക്ക് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. ആ വാവയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഹന്നാ ബേബി അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്നത്തെ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ തീരുകയാണ്. അപ്പൊ അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.